ധ്യാനകഥ ബ്രഹ്മചര്യം. ധ്യാനസാധകൻ ബ്രഹ്മചര്യ വ്രതത്തിലാണ്. ആ നിഷ്ഠ സാധകനിൽ ആന്തരിക വെളിച്ചം പകർന്നു നൽകുന്നുണ്ട്. അതിൻ്റെ ആനന്ദം ആ സാധകൻ അറിയുന്നുമുണ്ട്. അതിനാൽ ആ സാധകന് വേഗം വേഗം മുന്നോട്ട് പോകുവാനുള്ള വെമ്പൽ വന്നു തുടങ്ങി. അതിൻ്റെ ഫലമായി ഗുരുവിനോട് പലപ്പോഴായി തൻ്റെ ബ്രഹ്മചര്യ വ്രതം എത്ര നാളായി തുടരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. ധ്യാനഗുരു ആ സാധകനെ വളരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 6 മാസത്തിലധികം ആ സാധകൻ ബ്രഹ്മചര്യ വ്രതം പൂർത്തിയാക്കി. അങ്ങനെ ഒരു പുലർച്ചെ സാധകൻ ധ്യാനത്തിലിരിക്കുന്ന നേരം ഗുരു അവനോടായി പറഞ്ഞു, പ്രിയനെ, ഒരാൾ ദാനം നൽകിയിട്ട് അതിനെക്കുറിച്ച് പറയുകയോ അഭിമാനിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ധ്യാനസാധകൻ വിനയത്തോടെ പറഞ്ഞു, ആ ദാനത്തിൻ്റെ പുണ്യം തന്നെ കിട്ടാതെ പോകും. ധ്യാനഗുരു സാധകനോട് പറഞ്ഞു, വ്രതങ്ങളും അപ്രകാരമാണ് പ്രിയനെ, അവ നമ്മുടെ സമർപ്പണമാണ്. ധ്യാനസാധകന് ഗുരു പറഞ്ഞ പൊരുൾ മനസ്സിലായി. മഹാഗുരു, അങ്ങ് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആത്മീയപരമായി പക്വത നേടേണ്ടിയിരിക്കുന്നു. എന്നിലെ ബാലിശം തലപൊക്കുന്നത് ഞാൻ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ധ്യാനഗുരു ഒന്ന് പുഞ്ചിരിച്ചു. പ്രിയനെ, ആത്മീയത തികച്ചും തിളങ്ങുന്നത് പാകത വരുമ്പോഴാണ്. അപ്പോഴാണ് അപാകത വരാതിരിക്കുന്നത്. ഒരു തുള്ളി വെളിച്ചം. സമർപ്പണവും സമർപ്പിക്കേണ്ടത് തന്നെ. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.